എന്റെ സ്വഭാവം ഒന്നും മാറില്ല. ഞാൻ പഴയ ചെയ്യാൻ തന്നെ. ഇപ്പൊ എന്നെ എന്തോന്ന് വിളിച്ചത്? എന്തോന്ന് വിളിച്ചത്? ഇപ്പൊ തുടക്കത്തിൽ തന്നെ എന്തോന്ന് വിളിച്ചത്? എന്തിനു ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അതിന് മുന്നേ എന്നെ എന്തെന്ന് അതിസംബോധന ചെയ്ത് വിളിച്ചതെന്ന് പറ. എടിയുന്നു പണ്ട് എന്നെ മക്കളെ മോളെ അങ്ങനൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന അമ്മ എന്നെ ഇപ്പൊ എടി പോടി വാടി കൊച്ചെ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അതിനകത്ത് സ്വഭാവം മാറിയുന്ന ആ പിങ്കി എന്ന് പറഞ്ഞ ഒരുമ്പട്ടവളി എന്ന് ഈ വീട്ടിൽ കാല് കുത്തിയോ അന്ന് മുതൽ അമ്മാവൻ അവളെ മാത്രം മോളെ ചക്കരെ തേനെന്നൊക്കെ വിളിക്കൂ. എന്നെ എടി പൊടി വാടി കൊച്ചെ എന്നൊക്കെയാ വിളിക്കുന്നത്. അയ്യോ എന്റെ പൊന്നുമോളെ അങ്ങനെയൊന്നും ഇല്ല. അയ്യോ എന്റെ പൊന്നുമോളെ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്. എടി ഞാൻ വന്നപ്പോഴെങ്ങനെ എടി മക്കളെ ജയൻ ഇനി എന്റെ അടുത്ത് ഒരു കുന്തോ സംസാരിക്കണം. അങ്ങനെ അല്ലടി. മനസ്സിൽ കൊല്ലാനായിട്ട് റോഡിൽ വാഴ കൊണ്ട് വെച്ച് നടക്കുക. ചെരുപ്പം പോയി. എന്താ പറയണ്ടെന്ന് പറഞ്ഞു? അടുക്കളയിലോട്ട് വാ കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട്. കേട്ടല്ലോ ആളങ്ങോട്ട്. എന്തിനാ ചൂടാവുന്നേ? അമ്മാവാ ലുക്ക് എപ്പോഴാ വരാ? എനിക്കറിഞ്ഞൂടാ. ഒരു വെഡിങ് വർക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടക്കുവാവോ? ഇതെന്താ മുഖം വാടിയിരിക്കുന്നത്? വാട്ട് ഹാപ്പൻ? അവന്തി മോൾ എൻ്റെ അടുത്ത് പിണങ്ങി. എന്തിന്? അവന്തി മോള് പറയാണ് അവന്തി മോളുടെ അടുത്ത് ഇപ്പോൾ എനിക്ക് സ്നേഹമില്ല, പിങ്കി മോളുടെ അടുത്ത് മാത്രമേ സ്നേഹമുള്ളൂ. സ്വാഭാവികം. അത് തന്നെയാണല്ലോ അമ്മാവൻ കാണിക്കുന്നത്. അമ്മാവൻ ആളാകെ മാറി. മോളെ നീയും അങ്ങനെ പറയാതെടി. പിന്നെ ഞാൻ എന്താ പറയണ്ട? ഉള്ള കാര്യമല്ലേ പറയുന്നേ. ആണോ ആണോ? എടി അങ്ങനെയൊന്നുമില്ലടി. എനിക്ക് എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്നേഹം. കുന്തോണോ ഒരേപോലെ സ്നേഹം? അമ്മാവനിപ്പോ വേർതിരിച്ച് തന്നെ കാണുന്നത്. സത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല മോളെ. ആ പിങ്കി എന്ന് പറഞ്ഞ ഐറ്റ ഇത്ര ഇവിടെ സൂയിസൈഡ് എന്ന് പറഞ്ഞ ഡ്രാമയൊക്കെ കാണിച്ചപ്പോഴേ അമ്മാവനൊരു വാക്ക് ചോദിച്ചാ അവളുടെ അടുത്ത്? ചോദിച്ചാ? അത് പിന്നെ ആ കൊച്ചൊരു തമാശ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? എന്ത് സൂയിസൈഡ് ചെയ്യാന്നുള്ളായിരുന്നോ തമാശ? ആണോ? ആ ഒരു കാര്യത്തിന് നമ്മുടെ അവന്തി അങ്ങനെ എടുത്ത് ചാടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? മോള് ചാടിയില്ലല്ലോ അടി. അയ്യോ അവന്തി മോള് ചാടിയില്ലല്ലോ. ഇതാ പറഞ്ഞ അമ്മാവനെല്ലാം ഭയങ്കര സില്ലി ആയിട്ട് എടുക്കുന്നേ. ചാടിയില്ലല്ലോ എന്ന്. അപ്പൊ അമ്മാവൻ ആരാ? മുഖ്യം ആരാ? അങ്ങനെയല്ല. അങ്ങനെ എങ്ങാനും അവന്തി മോള് ചാടിയിരുന്നെങ്കിൽ ഞാൻ മറ്റവളെ ചെവിട് അടിച്ച് പൊളിച്ചേനെ. ചെവിട് അടിച്ച് പൊളിക്കും. ചുമ്മാ അമ്മാവ തള്ളല്ലേ അമ്മാവ. അമ്മാവനെ സത്യം പറഞ്ഞാൽ നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പയാണ്. കുട്ടപ്പനല്ല, ബാഹുബലിയിലെ കട്ടപ്പ. ഈ കട്ടപ്പ എന്താ സംഭവം എന്നറിയോ? കട്ടപ്പ മറ്റേ രാജാവിന്റെ അടിമയായിരുന്നു. അടിമ ചുമ്മാ കിടന്ന്. അതേപോലെ തന്നെ അമ്മാവൻ. ഇവിടുത്തെ ഓണറുടെ പേരെന്താ? തങ്കപ്പ മുതലാളി. പറയണത് മാത്രം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മാവൻ. അല്ലാണ്ട് അമ്മാവനായിട്ട് ഒരു യാതൊരു എത്തിക്സും ഇല്ല. അമ്മാവൻ ആരെയും പേടിക്കണത്? എന്ത് പറഞ്ഞാലും പേടിയാണ്. ഇത്രയൊക്കെ നീ പറയാ ഇവിടെ എന്തോന്ന് സംഭവിച്ചു മോളെ? കാണിച്ചു കൂട്ടർ അങ്ങനെയാണല്ലോ അമ്മാവൻ. എന്തോന്ന് സംഭവിച്ചെന്ന് നീ ഉദ്ദേശപ്പെടാതെ ഒരു മങ്കി സിംഗിന്റെ ഒരു കഥ. എന്റെ പൊന്നമ്മാവ, മങ്കി സിംഗിന്റെ കഥയൊക്കെ അമ്മാവൻ പോയിട്ട് ആ മങ്കിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഇനി എന്റെ അടുത്തും അവന്തിയുടെ അടുത്തും ഇതിനെപ്പറ്റി ഒരു സാധനവും പറയാൻ നിൽക്കണ്ട. എങ്ങനെയാണോ കാണിക്കുന്നത് അങ്ങനെ തന്നെ കാണിക്കും. മോളേന്ന് പറഞ്ഞ് ചെല്ലും. ഓക്കെ വേണ്ട. ഇതാണ് മങ്കി സിംഗ് പറഞ്ഞത്. ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് പോലും പറ്റൂല.